ശാന്തി. ഞാൻ സ്മൃതി സ്വരൂപമായി സ്വയം തന്നെ കാണുന്നു. ഞാൻ ഭാഗ്യവിധാത ഭഗവാന്റെ സർവശ്രേഷ്ഠ ഭാഗ്യവാൻ കുട്ടിയാണ്. ഞാൻ വിശ്വത്തിൽ സർവശ്രേഷ്ഠ ഭാഗ്യവാനാണ്. ഇത് സർവശ്രേഷ്ഠ സംഗമയുഗമാണ്. വികാരികളുടെയും നിർവികാരികളുടെയും സംഗമ സമയമാണ്. പരിവർത്തനത്തിൻ്റെ സമയമാണ്. ഞാൻ പരമാത്മാ പാലനയുടെ അനുഭവം ചെയ്യുന്നു. പരമാത്മാ പാലനയിൽ സർവപ്രാപ്തി സ്വരൂപത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. പരമാത്മ സ്നേഹത്തിൽ ഞാൻ സർവസംബന്ധങ്ങളുടെ സ്നേഹത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. സ്വയം ശിവബാബ തൻ്റെ വദനമൊഴിവാക്കി എന്നെ പഠിപ്പിക്കാൻ വരുന്നു. ബാബ ദിവസവും അതിരാവിലെ ദൂരദേശത്തിൽ നിന്നും പഠിപ്പിക്കാൻ വരികയാണ്. ഇതുപോലെ മറ്റ് ടീച്ചർ ആരുമില്ല. ജ്ഞാനസാഗര ശിവബാബ എന്നെ പഠിപ്പിക്കാൻ എൻ്റെ അടുത്തേക്ക് ശിക്ഷകനായി വരുന്നു. പഠിത്തവും സഹജമായി പഠിപ്പിക്കുന്നു. എനിക്ക് സുപ്രീം സദ്ഗുരുവിൽ നിന്നും ദിവസവും ശ്രേഷ്ഠ വരദാനം ലഭിക്കുന്നു. ഞാൻ അതിശ്രേഷ്ഠ ഭാഗ്യവാൻ ആത്മാവാണ്. ഞാൻ പരമാത്മാ പാലനയുടെ അധികാരി ആത്മാവാണ്. പരമാത്മാ പഠിത്തത്തിൻ്റെ അധികാരിയാണ്. പരമാത്മാ സദ്ഗുരുവിൻ്റെ വരദാനത്തിൻ്റെയും അധികാരിയാണ്. ദൃഢതയിലൂടെ സഫലത പ്രാപ്തി ചെയ്യുന്നു. ഞാൻ സദാ വിശ്വപരിവർത്തനത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടധാരിയാണ്. ഞാൻ സർവപ്രാപ്തികളുടെയും അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബ എന്നെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. ഞാൻ ബാബയുടെ ഓർമ്മയിലൂടെ സദോ പ്രധാനമാകുന്നു. എന്നെ ഭഗവാൻ പഠിപ്പിക്കുന്നു. അതിനാൽ ഞാൻ ഒരിക്കലും പഠിപ്പ് മുടക്കില്ല. ജീവിച്ചിരിക്കുന്നത് വരെ ജ്ഞാനാമൃതം കുടിച്ചുകൊണ്ടിരിക്കും. മുരളിയിൽ ദിവസേന പുതിയ പുതിയ ഗുഹ്യമായ പോയിന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിലൂടെ ബുദ്ധിയുടെ പൂട്ട് തുറക്കപ്പെടുന്നു.
ബാബയുള്ള കാലം വരെ പഠിപ്പ് തുടരും. പിന്നീട് പഠിപ്പ് അവസാനിക്കും. മാലയിലെ മുത്തുകൾ പദവിയോടെ പാസ്സാകും. പിന്നീട് പ്രജകൾ ഉണ്ടാകുന്നു. ബാബ വന്ന് എല്ലാവർക്കും സുഖത്തിന്റെ വഴി പറഞ്ഞു കൊടുക്കുന്നു. ദുഃഖത്തിൽ നിന്നും മുക്തമാക്കുന്നു. അപ്പോൾ എനിക്ക് മറ്റുള്ളവർക്ക് ദുഃഖം നൽകാൻ സാധ്യമല്ല. ഈ മുഴുവൻ ലോകവും നശിക്കാൻ പോകുകയാണ്. ഞാനിപ്പോൾ പഠിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജധാനി സ്ഥാപിക്കുന്ന കാര്യവും ഗുപ്തവും മനോഹരവുമാണ്. എനിക്ക് പരിധിയില്ലാത്ത അച്ഛനെ കിട്ടിയിരിക്കുന്നു. അതിനാൽ ഞാൻ വളരെയധികം സന്തോഷത്തിലിരിക്കുന്നു. പരിധിയില്ലാത്ത അച്ഛൻ എന്നെ പഠിപ്പിക്കുന്നു. അമരപുരി അഥവാ സ്വർഗത്തിലേക്ക് പോകാനുള്ള ജ്ഞാനം നൽകുന്നു. ബാബയുടെ സഹയോഗിയാകുന്നവർക്ക് ഉയർന്ന പദവി ലഭിക്കുന്നു. വാസ്തവത്തിൽ ഞാൻ സ്വയം എന്നെ തന്നെ സഹായിക്കുന്നു, പവിത്രമാകുന്നു. സതോ പ്രധാനമായിരുന്നു, ഇനി വീണ്ടും ആയിത്തീരുകയാണ്. എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമെല്ലാം ബാബയെ ഓർമ്മിക്കുന്നു. എന്നെ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്ന അച്ഛനെ ഞാൻ താല്പര്യത്തോടെ ഓർമ്മിക്കുന്നു. മായയുടെ മേലെ വിജയിക്കുന്നു. ഞാൻ പാവനമായിരുന്നു, വീണ്ടും പാവനമാകണം. അതിനാൽ ഞാൻ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യുന്നു. ബാബ ജ്ഞാനസാഗരനാണ്. ബാബ പറയുന്നു, ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളിൽ നിന്നും മമത്വം ഒഴിവാക്കൂ. പുതിയ ലോകം സ്വർണിമ ഭാരതമാണ്. അവസാനം ബാബയെ ഓർമ്മിച്ച് ഞാൻ മുകളിലേക്ക് പോകും. ഓർമ്മയിലൂടെ മാത്രമാണ് പവിത്രമായി തീരുന്നത്. അഷ്ടരത്നങ്ങൾ പദവിയോടെ പാസ്സാകുന്നു. അവർ ശിക്ഷകളൊന്നും അനുഭവിക്കുന്നില്ല. ഇത് ഉയർന്ന പഠിപ്പാണ്. സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല ഞാൻ ദേവതയാണെന്നുള്ളത്. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ ഞാൻ കോടി മടങ്ങ് ഭാഗ്യശാലിയാകുന്നു. ഞാൻ പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് നേടുന്നു. ജീവിച്ചിരിക്കുന്നതുവരെ ഞാൻ അമൃതം കുടിക്കുന്നു, പഠിപ്പ് ധാരണ ചെയ്യുന്നു, മുരളി മുടക്കില്ല. കോടികളുടെ സമ്പാദ്യം ശേഖരിക്കുന്നതിന് വേണ്ടി നിമിത്തമാത്രം വീട്ടിലിരുന്നു കൊണ്ട് ജോലി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഒരേ ഒരു ബാബയുടെ ഓർമ്മ
ഓർമ്മയിലിരിക്കുന്നു. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാണ്. പ്രസന്നതയുടെ ആത്മീയ വ്യക്തിത്വത്തിലൂടെ സർവരെയും അധികാരിയാക്കി മാറ്റുന്ന മഹിമക്കും പൂജക്കും യോഗ്യരായി ഭവിക്കൂ. സർവരുടെയും സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റ് നേടുന്നവർ സ്വയം പ്രസന്നരായിരിക്കും. ശുഭചിന്തകരും പ്രസന്ന ചിന്തകരുമായ ആത്മാക്കൾ മുഖേന സർവർക്കും സന്തോഷത്തിൻ്റെ, ആശ്രയത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, ഉന്മേഷത്തിൻ്റെ പ്രാപ്തി ലഭിക്കുന്നു. ഈ പ്രാപ്തി ചിലരെ അധികാരിയാക്കുന്നു, ചിലർ ഭക്തരായി മാറുന്നു. ബാബയിൽ നിന്നും വരദാനങ്ങൾ പ്രാപ്തമാകാനുള്ള സഹജമായ മാർഗമാണ് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം. ഓം ശാന്തി.